ഹലോ, എല്ലാവർക്കും അപ്പോൾ സ്കൂളൊക്കെ തുറന്ന് ടൈം ടേബിളൊക്കെ കിട്ടിയില്ലേ? അത് നമുക്ക് അടിപൊളിയായിട്ട് പേപ്പറിലോട്ടൊന്ന് എഴുതിയാലോ? അപ്പോൾ നമുക്കൊരു ചെറിയ പേപ്പർ എടുക്കാം. ശേഷം 4 സൈഡും ബോർഡർ വരച്ചെടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള മാർക്കറോ മറ്റെന്ത് സ്കെച്ച് പെന്നോ എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് ബോർഡർ വരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ബ്ലൂവും ഗ്രീനും ആയിട്ട് 2 പ്രാവശ്യമായിട്ട് ആദ്യം ബ്ലൂ വെച്ചും പിന്നെ ഗ്രീൻ വെച്ചും ബോർഡർ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്കൂളിൽ എത്ര ഡേയ്സ് ക്ലാസ് ഉണ്ട്? ചിലവർക്ക് ശനി വരെ കാണും. ചിലവർക്ക് ഫ്രൈഡേ വരെ ആയിരിക്കും. പിന്നെ പിരീഡും ചിലവർക്ക് 7 പീരീഡാണ് 8 പീരീഡാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പിരീഡും ഡേയും ഡിവൈഡ് ചെയ്ത് വരയ്ക്കാം കേട്ടോ. ഇതുപോലെ വരച്ചെടുക്കാം. ഞാനിപ്പോൾ 5 മൺഡേ ടു ഫ്രൈഡേയും 5 ഡേയും അതുപോലെ തന്നെ 7 പീരീഡാണ് ഞാൻ ആദ്യം വരച്ചെടുത്തത്. പക്ഷേ പിന്നെയാണ് ആ സത്യം മനസ്സിലാക്കുന്നത്. ആക്ച്വലി എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ് ഞാൻ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തത്. അവൾക്ക് 8 പീരീഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ അവൾ ടൈം ടേബിൾ ഓരോന്നായിട്ട് എനിക്കിങ്ങനെ ഓരോ പീരീഡ് ഇങ്ങനെ പറഞ്ഞു തന്നപ്പോഴാണ്, ഓരോ സബ്ജക്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അവൾക്ക് 7 അല്ല 8 പീരീഡ് ഉണ്ടായിരുന്നെന്ന്. ബട്ട് ഞാനത് ലാസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. എക്സ്ട്രാ ഒരു കോളം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ടൈം ടേബിൾ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിലൊക്കെ എളുപ്പത്തിന് സൂക്ഷിക്കാം. നമുക്ക് പെട്ടെന്ന് ടൈം ടേബിൾ എടുക്കുമ്പോഴൊക്കെ പെട്ടെന്ന് എടുത്ത് നോക്കി ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ നമ്മുടെ ടൈം ടേബിൾ വളരെ സക്സസ്ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സിമ്പിളായിട്ടുള്ള ടൈം ടേബിളാണ്. ആർക്ക് വേണമെങ്കിലും കുറച്ച് ടൈം കൊണ്ട് പ്രിപ്പയർ ചെയ്യാവുന്ന ഒന്നാണ്. സോ ഇതുവരെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് റെഡിയാക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടാൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യണേ. ഓൾസോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.